നിധി തേടിക്കൊണ്ടുള്ള സാന്റിയാഗോയുടെ യാത്രക്ക് മുമ്പ് ജിപ്സി തള്ളയുടെ അടുത്ത് നിന്ന് ആ നിധിയെക്കുറിച്ചുള്ള വിവരം അല്ലെങ്കിൽ തൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു വ്യാഖ്യാനം അറിയാൻ പോവുകയും അതിനുശേഷം അവരുടെ കണ്ട് തിരിച്ച് അവൻ ആ ഒരു പട്ടണത്തിൻ്റെ ഒരു തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൃദ്ധനായ മനുഷ്യൻ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. വൃദ്ധനായ ആൾ വന്നിട്ട് അടുത്തിരിക്കുന്നു. ആ ഇരുത്തം ഒരു ഇഷ്ടപ്പെടാതെ സാന്റിയാഗോ അദ്ദേഹത്തെ നോക്കാതെ പുസ്തകത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും പുസ്തകം വായിക്കുകയല്ല, മറിച്ച് അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തയാണ്. ഇനിയുള്ള 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് അവൻ എത്തിച്ചേരാനുള്ള പട്ടണത്തെയും ആ പട്ടണത്തിലെ ആ ഒരു പെൺകുട്ടിയെ, അവൻ്റെ കഥ കേൾക്കാൻ അവൾ കാണിക്കുന്ന ആ ഒരു തിടുക്കം, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സാന്റിയാഗോ ഇരിക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ഇവൻ്റെ വീഞ്ഞു കുപ്പിയോട് നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, വല്ലാത്ത ദാഹം, വെള്ളം കുടിക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാവുകയും ഇതിൽ നിന്ന് എന്തോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന നിലക്ക് സാന്റിയാഗോ ആ കുപ്പിയെടുത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അയാളത് കുടിച്ച് അവിടെ തന്നെ വെക്കുമ്പോഴും സാന്റിയാഗോ പുസ്തകത്തിൽ തന്നെയാണ്. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല എന്ന രൂപത്തിലാണ് സാന്റിയാഗോയുടെ പല മറുപടികളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു രാജാവാണ്, മെർസിഡേക്ക് രാജാവാണ് എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ഇദ്ദേഹത്തിന് കുറച്ച് ചില ശക്തികളുണ്ട്, അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് പറയുകയും അതിൽ വല്ലാത്ത ആകൃഷ്ടനാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സാന്റിയാഗോ. സാന്റിയാഗോയുടെ മുന്നിൽ അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചെറിയ രൂപത്തിൽ അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ആ ജിപ്സി തള്ളയുടെ ഭർത്താവോ മറ്റോ ആയിരിക്കുമെന്ന് ആദ്യം സാന്റിയാഗോ ചിന്തിച്ചെങ്കിലും പിന്നീട് അദ്ദേഹവുമായി കുറച്ച് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച്, ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടണമെന്ന അവൻ്റെ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ അവൻ പറയുമ്പോൾ തീർച്ചയായും നിനക്കതിന് കഴിയും എന്ന ഒരു ധൈര്യം നൽകുന്ന രൂപത്തിലാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ആ ഒരു നിധി എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ആ നിധിയിലേക്ക് എത്താനുള്ള മാർഗ്ഗം എനിക്കറിയാം, ആ വഴി എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ആട്ടിടയനായ നിൻ്റെ ആടുകളിൽ നിന്ന് എനിക്ക് കുറച്ച് ആടുകളെ തരണം, അത് നീ റെഡി ആവുകയാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന്. അവിടെ വെച്ച് അവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ അവരത് സമ്മതിച്ചു. ഓക്കെ, ആടുകളെ ഞാൻ തരാം, എന്നാൽ നാളെ ഇതേ സമയം ഇവിടെ വരണം എന്നവനോട് പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് പിരിയുകയുണ്ടായി. ആ പിരിയുന്നതിന് മുമ്പ് അവർ കുറേ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത് ഒരു പോർട്ട് കാണുന്നുണ്ട്. ആ പോർട്ടിൻ്റെ അടുത്ത് ഒരു കോട്ടയും അതിലേക്കുള്ള ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് പോർട്ടിനെ നോക്കിയിട്ട് സാന്റിയാഗോ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നിന്നാണ് ആഫ്രിക്കയിലേക്കൊക്കെ ആളുകൾ കപ്പൽ കയറുന്നത്. നാളെ ഈജിപ്തിലേക്ക് പോകാൻ ഞാൻ ഇവിടെ നിന്നാണ് കപ്പൽ കയറേണ്ടത്. അപ്പോൾ ഈജിപ്തിലേക്കാണ് അവർ എത്തിപ്പെടേണ്ടത് എന്നും അവിടെയുള്ള ആ പിരമിഡുകൾക്കിടയിൽ നിന്നാണ് ഒരു കുട്ടി അവന് നിധി കാണിച്ചു കൊടുക്കുന്നത് എന്നും അവൻ്റെ സ്വപ്നത്തിൽ നമ്മൾ കണ്ടതാണ്. ആ കുട്ടി നിധി ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവൻ ഉണർന്നു എന്നുള്ളതാണ്. അതായിരുന്നു സ്വപ്നം ക്ലൈമാക്സിലെത്തിയപ്പോൾ അവൻ ഉണർന്നു എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്. ഞാൻ പോയാൽ എൻ്റെ ആടുകൾ വല്ലാതെ വിഷമിക്കും. ആടുകളെ ഇനി ആരാ നോക്കുക? അവർക്ക് വെള്ളം കൊടുക്കാൻ, അവർക്ക് വെള്ളമുള്ള പുൽമേടുകളുള്ള ഏരിയ കണ്ടെത്താൻ, അവരെയും കൊണ്ടിങ്ങനെ സഞ്ചരിക്കാൻ ഇനി ആരുള്ളത്? അവർ തനിച്ചാവൂലേ? അവരേറെ പ്രയാസപ്പെടൂലേ? വല്ലാത്ത ആശങ്കയാണ്. പോണോ? നിധി തേടി പോണോ? എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോണോ? അതല്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണോ എന്ന്. പ്രവാസികളായ ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടാവും. തൻ്റെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുന്ന വീടും നാടും കുടുംബവും വീട്ടുകാരും ഒക്കെ എല്ലാം ഇട്ടേച്ചു കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും.
ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പോവുകയാണല്ലോ എന്ന്. ആ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ശരിക്കും അവർക്കത് മനസ്സിലാവും. അതുപോലെ തൻ്റെ നാടും കുടുംബമൊക്കെ ഇട്ടിട്ട് അല്ല, എല്ലാം ഇപ്പം നമുക്ക് സാന്റിയാഗോക്ക് തൻ്റെ ആടുകളാണ്. ഈ ആടുകളെ വിട്ടേച്ചിട്ട് ഞാൻ പോകുകയോ എന്നവൻ വല്ലാതെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വീണ്ടും രാത്രിയൊക്കെ ഈ ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെക്കുറിച്ച്. അവൻ പറയാണ് അത് കുഴപ്പമില്ല, ഒരു നേരത്തെ പരിചയം മാത്രമേ അവളുമായിട്ടുണ്ടുള്ളൂ. ഒരുപക്ഷെ അവളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ആട്ടിടേൻ്റെ കൂടെയോ മറ്റാരുടെയോ കൂടെ അവൾ ജീവിക്കുന്നുണ്ടാവാം. അവളിൽ അവനത്ര പ്രശ്നമല്ല, അത് ഒഴിവാക്കാം. എന്നാൽ ആടുകളെ ഒഴിവാക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അങ്ങനെ അവൻ തൻ്റെ ആടുകളെ തൽക്കാലം ഏൽപ്പിച്ചിരുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് അവൻ ചെല്ലാം. ആ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ, നിന്നെപ്പോലെ ഒരു ആട്ടിടയനാകാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും കുറച്ച് ആടുകളൊക്കെ വേണം. ഇത് വല്ലാത്തൊരു അത്ഭുതം പോലെ സാന്റിയാഗോയുടെ മനസ്സിലുണ്ടാവുക. സാന്റിയാഗോ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു സ്വപ്നത്തിലാണ്, ആ സ്വപ്നത്തിൻ്റെ പിറകെയാണ്, എനിക്കതിലേക്ക് യാത്രയാവണം. അതുകൊണ്ട് ഈ ആടുകളെ ഞാൻ നിനക്ക് തരാം. തൻ്റെ ആടുകളെ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 6 ആടുകളെ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം നേരെ അവൻ തൻ്റെ ആ മെഷ്ലേക്കിൻ്റെ അടുത്ത്, ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വൃദ്ധനായ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആടുകളെ കാണിച്ചു കൊടുത്തിട്ട് അവൻ പറയുന്നുണ്ട്, ഇതാ നിങ്ങൾക്കുള്ള ആടുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആടുകളിങ്ങനെ പരിശോധിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇതിലൊന്ന് മുടന്തനാണല്ലോ. സാന്റിയാഗോ പറഞ്ഞു, മുടന്തനാണെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ടാണ് അതിനെ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആടുകളെ സ്വീകരിച്ചുകൊണ്ട് ആ നിധിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ സംസാരം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നിധി തേടി പോകണം എന്ന് എനിക്ക് ഉറപ്പായി. അതിൻ്റെ കാരണം ഞാനിത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരന് ആടുകളെ വളർത്താനൊരാഗ്രഹവും ആടുകൾ വേണമെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ ആടുകളെ അവന് കൊടുത്തു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തുടക്കക്കാരൻ്റെ ഭാഗ്യമാണ്. തുടക്കക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന് ചില ഭാഗ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലും. പക്ഷെ പിന്നീടുള്ള വഴി അത്ര എളുപ്പമായിരിക്കില്ല, അതിൽ പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങൾക്ക് അവൻ തരണം ചെയ്തുകൊണ്ടാണ് അവൻ്റെ സ്വപ്നത്തിലേക്ക്, ആ നിധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പിന്നെ അദ്ദേഹം കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തൻ്റെ കോട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് 2 കല്ലുകൾ എടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാത്ര പോകുമ്പോൾ ഈ കല്ലുകൾ നീ എപ്പോഴെങ്കിലും ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഈ കല്ലുകൾ ഉപയോഗിക്കാം. ഇത് യുറീം തെമീം എന്ന് പറയുന്ന 2 കല്ലുകളാണ്, കറുത്തതും വെളുത്തുമായ കല്ലുകൾ. ഈ കല്ലിൽ കറുത്തത് നോ എന്നും വെളുത്തത് യെസ് എന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആശങ്ക വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടിലാകുമ്പോൾ, കുടുങ്ങിപ്പോകുമ്പോൾ നീ ഈ കല്ലെടുത്തിട്ട് നിനക്ക് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതിലേറെയൊക്കെ ഏറ്റവും ബെസ്റ്റ് നിൻ്റെ മനസ്സ് സംസാരിക്കുന്നതാണ്, നിൻ്റെ ഹൃദയത്തിൻ്റെ സംസാരമാണ്, അല്ലെങ്കിൽ വാക്കുകളാണ്, ഹൃദയത്തിൻ്റെ ചിന്തയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു കഥ കൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും. കഥ എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ മറന്നാലും കഥ ഒരു പക്ഷെ മറക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ രാജാവ്, നിനക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ധനികനായ ഒരു കച്ചവടക്കാരൻ തൻ്റെ മകന് സന്തോഷത്തിൻ്റെ രഹസ്യം അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ നാട്ടിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ ഒരുപാട് സഞ്ചരിച്ച് കാടുകളൊക്കെ താണ്ടിയിട്ട് ആ ജ്ഞാനിയുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാം. അവിടെ എത്തിയിട്ട് അവിടെ ചെന്ന സമയത്ത് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാനും അദ്ദേഹത്തെ ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പലതും നേടാനൊക്കെ ആയിട്ട് ആളുകൾ ക്യൂ നിൽക്കാം. ഇവനും ക്യൂ നിന്നു. എന്നിട്ട് അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നിൽക്കേണ്ടി വരും. അങ്ങനെ കുറേ സമയം നിന്ന് അവൻ്റെ ഊഴെത്തി. ആ ഊഴെത്തിയപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് ഇങ്ങനെ എന്നെ അയച്ചതാണ്,
സന്തോഷത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജ്ഞാനിയായ മനുഷ്യൻ അവനോട് പറഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഒരു കാര്യം ചെയ്യും, ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ നീ ഈ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി കാണണം, കുറേ കാണാനുണ്ട്, ഏകദേശം 2 മണിക്കൂറോളം നിനക്ക് എടുക്കും, നീ ഇതൊന്ന് കറങ്ങി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ ഈ സ്പൂണ് കൂടെ വെച്ചോ എന്ന് പറഞ്ഞ ഒരു സ്പൂണ് കയ്യിൽ കൊടുത്തു. ആ സ്പൂണിലേക്ക് 2 തുള്ളി എണ്ണ ഇറ്റിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കണ്ട് കഴിഞ്ഞ് വരുമ്പോഴും ഈ എണ്ണ തൂവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം, വീണു പോകാതിരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി ആ എണ്ണ വീണു പോകാതെ അവൻ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ചു. കുറേ സമയങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവൻ തിരിച്ച് ഈ ജ്ഞാനിയുടെ റൂമിലേക്ക് എത്തുക. അപ്പോഴേക്കും റൂം കാലിയായിട്ടുണ്ട്, വേറെ ആരുമില്ല. അവൻ കയറി ചെല്ലുമ്പോൾ, ആ നീ വന്നോ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ അടയാളങ്ങൾ പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞു. നീ അത് കണ്ടോ, നീ ഇന്നത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ല ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ കയ്യിലുള്ള ഈ എണ്ണ വീഴാതിരിക്കാൻ എൻ്റെ ശ്രദ്ധ മൊത്തം ഇതിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഒന്നും കൂടെ നമുക്കൊന്ന് കറങ്ങിക്കാണാം, പക്ഷേ ഈ സ്പൂൺ നിൻ്റെ കയ്യിൽ തന്നെ ഒന്നോട്ടെ. അങ്ങനെ ഒന്നുകൂടെ അവന് കറങ്ങി. അവൻ അവിടുത്തെ എല്ലാ മുക്കും മൂലയും ഒക്കെ കണ്ടു. അവിടുത്തെ രസകരമായ ഓരോ സംഗതികളും അവൻ ആസ്വദിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അവൻ തിരിച്ച് വീണ്ടും എത്തിയപ്പോൾ അവൻ ആ ജ്ഞാനിയോട് പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു, എല്ലാം ഭംഗിയായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്പൂണിലെ എണ്ണ നോക്കുമ്പോൾ അത് കാലിയായി കിടക്കണം. അവിടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഈ സന്തോഷം തേടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ എണ്ണ പോലെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും, മറ്റു പലതും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. എന്നാൽ ഈ എണ്ണ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ മറ്റു പലതും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നീ ഒന്നുകൂടെ പോവുകയാണെങ്കിൽ ഈ എണ്ണ വീണു പോകാതെ മറ്റുള്ളതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിനക്കൊന്ന് പോയി വരാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ രഹസ്യമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എടുക്കേണ്ട വലിയൊരു പാഠാണ്. പലപ്പോഴും ധാർമ്മിക ബോധം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക വലിയ പ്രയാസമാണ്. ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള പലതും നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെയാവും. ഈ ലോകത്തുള്ള പല സൗന്ദര്യങ്ങളും പല വിഭവങ്ങളും നമ്മൾ കാണാതെ പോകും. എന്നാൽ ആ വിഭവങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ധാർമ്മിക ബോധം അത് നഷ്ടപ്പെടുകയും ചെയ്യും. ആ ധാർമ്മിക ബോധം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാണുന്ന ഭൂമിയെ, ഇതിലൊരുക്കിയിട്ടുള്ള സർവ്വതിനെയും കാണുവാനും ആസ്വദിക്കുവാനും നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പോഴേ നമുക്ക് സന്തോഷം ലഭിക്കുള്ളൂ. നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്നും ഒരു സന്തോഷമായി തോന്നില്ല. മറിച്ച് ആ പ്രയാസത്തിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് കാണുകയും അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മൾ കാണുന്നതിനെയും നമ്മുടെ ചുറ്റുപാടിനെയും നമ്മളൊന്ന് കണ്ടറിയുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ ഒരു പാഠം അദ്ദേഹം തൻ്റെ ആട്ടിടയനായ സാന്റിയാഗോക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സാന്റിയാഗോനെ യാത്രയാക്കുക. സാന്റിയാഗോ നേരത്തെ കണ്ടിരുന്ന ആ സ്ഥലത്ത് നിന്ന്, ആ ഒരു പോർട്ടിൽ നിന്ന് അവന് കപ്പൽ കയറി അവൻ യാത്ര ചെയ്യാം. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് അവൻ ഒരു പുതിയ സ്ഥലത്തെത്തിച്ചേരാണ്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ കാഴ്ചയിലൊക്കെ ഒരു വ്യത്യാസം അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ അനുഭവങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അവിടെ ചെറിയ ചൂടുണ്ട്, അതുപോലെ ചെറിയ ഇളം കാറ്റുകളുണ്ട്. അവിടുത്തെ ആളുകളിലൊക്കെ ഒരു വ്യത്യസ്തത അവൻ കാണുന്നുണ്ട്. പർദ്ദ ധരിച്ച ഒരുപാട് സ്ത്രീകളെയാണ് കാണുന്നത്. ആളുകൾ സംസാരിക്കുന്നത് വേറെന്തോ ആണ്, അവനൊന്നും മനസ്സിലാവുന്നില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ അവൻ കയറിയിരുന്നപ്പോൾ കടക്കാരൻ വന്നിട്ട് എന്തോ ചോദിച്ചു, എന്താണെന്ന് മനസ്സിലായില്ല. ആ സമയത്താണ് അവന് മനസ്സിലായത്, ഞാൻ എത്തിയിരിക്കുന്നത് മറ്റൊരു നാട്ടിലാണല്ലോ, ഇവിടുത്തെ ഭാഷ വേറെയാണല്ലോ എന്ന്. ഭാഷ അറിയാതെ അവൻ എന്ത് പറയണം, അവനൊരു വീഞ്ഞാണ് കുടിക്കേണ്ടത്.
പക്ഷേ അതെവിടെ കിട്ടും, അല്ലെങ്കിൽ ആരൊക്കെ കുടിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ അവനിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അവരുടെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അവർ കഴിക്കുന്നത് എനിക്ക് വേണം എന്ന്. അങ്ങനെ കടക്കാരൻ അവന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതൊരു ചവർപ്പുള്ള ഒരു തരം ചായയായിരുന്നു. അവനിങ്ങനെ പതുക്കെ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഭാഷ, സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഒരാൾ കയറി വന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാനിപ്പോൾ പെട്ട് നിൽക്കുകയാണ്, പക്ഷെ ഇവിടെയും എന്നെ സഹായിക്കാൻ എൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടി. ഇത് ശരിക്കും ശരിക്കും നിധി തേടി പോകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഉറപ്പിക്കുന്ന ഒന്നാണ് എന്ന് അവൻ ഉറപ്പിച്ചു. അങ്ങനെ അവൻ വന്നിരുന്നിട്ട് അവനോട് കുശലം ചോദിക്കുന്നുണ്ട്. അവർ നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നു പല കാര്യങ്ങളും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യാത്രക്കിറങ്ങിയതാണ്, എനിക്ക് പിരമിഡുകളുടെ അടുത്തെത്തണം എന്ന് പറഞ്ഞു. പിരമിഡുകളുടെ അടുത്തെത്താനാണോ? അതിനാണെങ്കിൽ കുറച്ചധികം ദൂരം പോകണമല്ലോ, കുറച്ചധികം ക്യാഷ് വേണമല്ലോ, ക്യാഷൊക്കെ ഉണ്ടോ എന്ന് അപരിചിതനായ ആ വന്ന ആൾ ചോദിക്കുക. ഇവനോട് ഇപ്പോൾ എന്ത് പറയണം? ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വല്ല കൊള്ളക്കാരനൊക്കെ ആണെങ്കിൽ എന്നെ തട്ടിയെടുക്കുമോ എന്നൊക്കെ അവൻ തോന്നി. എങ്കിലും വേണ്ട, എനിക്ക് നല്ലൊരു മാർഗമായിട്ട് കിട്ടിയതാണ്, അപ്പോൾ അതിന് വിട്ട് കളയണ്ടെന്ന് എഴുതിയിട്ട് അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് എന്ന് ബാഗിൽ ഇങ്ങനെ ക്യാഷ് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് കടക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കടക്കാരൻ പറയുന്ന ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ നമ്മൾ നിൽക്കണ്ട, ഇവിടെയൊക്കെ കൊള്ളക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്നാൽ പ്രയാസമാണ്, നീ വാ, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പുതിയ പരിചയപ്പെട്ട ആൾ അവനെ കൊണ്ടുപോവുക. പുറത്തിറങ്ങിയിട്ട് അവൻ പറയുന്നുണ്ട്, നമുക്കൊരു ഒട്ടകത്തെ വാങ്ങണം. ഒട്ടകത്തെ വാങ്ങണമെങ്കിൽ അതിനുള്ള ക്യാഷ്. അപ്പോൾ ഇവൻ ക്യാഷ് എടുത്ത് കൊടുക്കുക, സാന്റിയാഗോ ക്യാഷ് എടുത്ത് കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് കടക്കാരൻ വീണ്ടും വരുന്നുണ്ട്, വന്നിട്ട് എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. ആ ചീത്ത പറയുന്ന സമയത്ത് ഇവൻ പറയാണ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല, അയാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാന്റിയാഗോനെ കൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ട്, സാന്റിയാഗോ പിറകോ ഇങ്ങനെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് കയറിച്ചില്ല. മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ പലതും ഇങ്ങനെ കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നല്ല തിളങ്ങുന്ന ഒരു വാള് അവൻ്റെ മുന്നിൽ കാണാം. അവന് വല്ലാത്ത ഇഷ്ടമായി. സാന്റിയാഗോ ആ വാളിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, നിധിയുമായി തിരിച്ചു വരുമ്പോൾ ആ വാൾ എനിക്കൊന്ന് വാങ്ങണം. കൂട്ടുകാരനോട് പറയുന്നുണ്ട്, അതിൻ്റെ വില എത്രയാണെന്നൊന്ന് ചോദിച്ചു നോക്കുമോ. പിന്നെ ഒന്നും മറുപടി ഒന്നുമില്ല. സാന്റിയാഗോ തിരിഞ്ഞു നോക്കാൻ പേടിച്ച് നിൽക്കുക. തന്നെ അവൻ പറ്റിച്ചോ? അവൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത ഉണ്ടാവുക. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. സാന്റിയാഗോ മനസ്സിലുറപ്പിച്ചിട്ട് ഒന്നുകൂടി പറയാ, സുഹൃത്തെ, അതിൻ്റെ വിലയൊന്ന് ചോദിക്കുമോ. പിന്നിൽ നിന്നും മറുപടിയില്ല. സാന്റിയാഗോ ഉറപ്പിച്ചു, താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. താൻ സമ്പാദിച്ച തൻ്റെ ആടുകളെയൊക്കെ വിറ്റ് കിട്ടിയ ആ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്നെ അവൻ ചതിച്ചിരിക്കുന്നു. സാന്റിയാഗോ സ്തബ്ധനായിട്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുക. ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ, ആരാരും കൂട്ടിലില്ലാതെ ഒറ്റക്ക്, എന്നാൽ ഒരുപാട് ആളുകൾ ഓടിപ്പായുന്ന ആ ഒരു മാർക്കറ്റിൽ സാന്റിയാഗോ തനിച്ചായ ഫീലിങ്ങിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നൊരു ബാങ്കിൻ്റെ ശബ്ദം വരുന്നുണ്ട്. ആളുകളൊക്കെ നിന്നെടുത്തുനിന്നും മറ്റുമായിട്ട് നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞ് കടകളൊക്കെ അടച്ചു പോവുകയാണ്. സാന്റിയാഗോ ഒറ്റപ്പെട്ടലിൻ്റെ ശരിക്കും ആ ഒരു ഫീൽ സാന്റിയാഗോൻ്റെ മനസ്സിലിങ്ങനെ വരിക. സാന്റിയാഗോ പറയുന്നുണ്ട്, വീട് വിട്ട് ആദ്യമായിട്ട് ആട്ടിടയനായി ഇറങ്ങിയപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ ഒറ്റപ്പെട്ടപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോഴും ആട്ടിൻപറ്റം എൻ്റെ കൂട്ടുകാരായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക. അവൻ പൊട്ടി പൊട്ടി കരയാണ്. കരഞ്ഞ് 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 ഒരു കടത്തിണ്ണയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവനങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാവിലെ വെളിച്ചമുദിച്ചപ്പോൾ ആരോ വന്ന് തട്ടി ഉണർത്തിയപ്പോഴാണ് സാന്റിയാഗോ എഴുന്നേൽക്കുന്നത്. ഉറക്കമെഴുന്നേറ്റ് സാന്റിയാഗോ ചുറ്റും നോക്കുന്നു. തൻ്റെ ആടിനെയാണ് അവൻ ആദ്യം അന്വേഷിച്ചത്. പക്ഷേ പെട്ടെന്ന് അവന് സാഹചര്യം ബോധ്യമായി, ഞാൻ ഇങ്ങനെയൊരു സ്ഥലത്താണല്ലോ ഉള്ളത്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ആ
മാർക്കറ്റിലൂടെ പതുക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് അവൻ അവിടെ ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ ഒരു കട തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാന്റിയാഗോ എല്ലാം മറന്ന് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന് കട തുറക്കാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തു. എന്തോ പലഹാരം ഉണ്ടാക്കുന്ന ഒരു കടയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പലഹാരത്തിൽ നിന്ന് കുറച്ച് അവന് കൊടുത്തു. അത് കഴിച്ചിട്ട് നന്ദിയോടുകൂടി സാന്റിയാഗോ തുടർന്ന് നടക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ പതുക്കെ അവനിങ്ങനെ നടന്നു തുടങ്ങി.